കഴിഞ്ഞ ദിവസമാണ് വിജയുടെ കരിയറിലെ അവസാന ട്രെയിലർ റിലീസ് ചെയ്തത്. ജനതാഗിന്റെ ട്രെയിലറിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതെങ്കിലും അതിന് അക്ഷരാർത്ഥത്തിൽ വിപരീതമാണ് സംഭവിച്ചത്. കഴിഞ്ഞ 10 വർഷത്തെ വിജയുടെ കരിയറിലെ ഏറ്റവും ശരാശരിയിൽ താഴെ നിൽക്കുന്ന ട്രെയിലർ എന്നാണ് ജനനായകനെ പൊതുവെയുള്ള സംസാരം. ജനനായകന്റെ ട്രെയിലർ ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതുമല്ല. വിജയുടെ അവസാന ചിത്രത്തിനപ്പുറം ജനനായകന് അതിൽ കൂടുതൽ ഒന്നും ഓഫർ ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ശരാശരി റിപ്പോർട്ടുകൾ വന്ന വാരിസ്, ബീസ്റ്റ്, ഗോട്ട് എന്നീ ചിത്രങ്ങളുടെ ട്രെയിലറേക്കാൾ താഴെയാണ് ജനനായകന്റെ ട്രെയിലർ ആരാധകർക്ക് വില കൽപ്പിക്കുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം 2019 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമായ ഭഗവന്ത് കേസരിയാണ്. ഭഗവന്ത് കേസരി റിലീസാകുന്ന സമയത്ത് സ്ഥിരം ബാലയ്യ സിനിമകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു ഭഗവന്ത് കേസരി. ബാലയ്യ കരിയറിന്റെ ആദ്യമായി ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ ചെയ്യുന്നു എന്ന പ്രത്യേകതയാണ് ഭഗവന്ത് കേസരിക്ക് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ഹിറ്റ് മെഷീൻ എന്നറിയപ്പെടുന്ന അനിൽ റേപ്പുടിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. പ്രധാന വേഷത്തിലെത്തിയത് ശ്രീലീല, കാജൽ അഗർവാൾ, അർജുൻ രാംപാൽ എന്നിവരാണ്. ശ്രീലീലയെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നതും ശ്രീലീലയുടെ ക്യാരക്ടർ തന്നെയാണ് സിനിമയിലെ സെൻട്രിക്. എന്നാൽ ഭഗവന്ത് കേസരി റിലീസിന് ശേഷം വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് വിജയം ചിത്രം നേടി. അതോടൊപ്പം മികച്ച തെലുങ്ക് സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡും ചിത്രം സ്വന്തമാക്കിയിരുന്നു. ഒരു വേദിയിൽ വെച്ചിട്ട് ദളപതി വിജയ് ഈ ചിത്രം ഒരു 8-9 തവണ കാണുകയും അനിൽ റേവപ്പടിയോട് ഇത് റീമേക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ള റൂമറുകൾ പുറത്തു വരുന്നില്ല. എന്നാൽ ചിരഞ്ജീവി സിനിമ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ നടക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ആ നറുക്ക് എച്ച് വിനോദിന് വീഴുന്നതെന്നാണ് പിന്നീടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. ജനനായകന്റെ ആദ്യ സ്റ്റേജ് മുതൽ ഇതൊരു റീമേക്ക് ചിത്രം ആയിരിക്കും എന്ന റൂമറുകൾ ഒരു വശത്തുണ്ടായിരുന്നെങ്കിലും ഓഡിയോ ലോഞ്ച് അടക്കമുള്ള വേദിയിൽ സംവിധായകൻ എച്ച് വിനോദ് ഈ വാദം തള്ളിയിരുന്നു. ഇതൊരു പക്ക ദളപതി വിജയ് ചിത്രമാണെന്നും ആരാധകർക്കുള്ള എല്ലാ പാക്കേജ് എലമെന്റ്സും ഈ സിനിമയ്ക്ക് അന്ന് ഉണ്ടാകുമെന്നും ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൂടെ ഈ ചിത്രത്തിന് ഉണ്ടാകുമെന്ന് അന്ന് ഉറപ്പുവരുത്തി. എന്നാൽ ട്രെയിലർ റിലീസായതിനു ശേഷം അക്ഷരാർത്ഥത്തിൽ ഭഗവന്ത് കേസരിയുടെ ഫ്രെയിം ബൈ ഫ്രെയിം സിനിമ തന്നെയാണ് ജനനായകനെന്ന് പലരും ഉറപ്പിച്ചു. അതിൻ്റെ കൂടെ ഉള്ളത് ഒരു പൊളിറ്റിക്കൽ ആംഗിളും. രാഷ്ട്രീയത്തിൽ വിജയ് സജീവമായതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ആംഗിള് പലരും പ്രവചിച്ചതുമാണ്. അതിൽ കാര്യമായ അത്ഭുതങ്ങളില്ല. എന്നാൽ ജനനായകൻ എന്ന ചിത്രം ഭഗവന്ത് കേസരിയുടെ റീമേക്ക് എന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകരെ നിരാശപ്പെടുത്തുന്നത്. മുൻകാലങ്ങളിൽ വിജയ് റീമേക്കുകൾ ചെയ്ത് വലിയ വിജയങ്ങൾ കൊയ്തിട്ടുണ്ട്. ഇപ്പോൾ പോക്കിരി, ഗില്ലിയും ഒക്കെ അത്തരത്തിൽ വന്ന റീമേക്കുകളുമാണ്. ലിയോ ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ മറ്റൊരു വകഭേദം എന്ന് പറയേണ്ടി വരും. എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും വിജയ് എന്നൊരു താരത്തിനെ ഏറ്റവും പീക്കിൽ കാണാൻ പോകുന്ന മൂമെന്റ് തന്നെയായിരിക്കും ജനനായകൻ. കാരണം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും അവസാന ചിത്രം ഭഗവന്ത് കേസരി എന്നൊരു ചിത്രം വിജയ് പോലൊരു താരത്തിന് അവസാന സിനിമയെ ചെയ്യാൻ മാത്രമുള്ള സിനിമയുണ്ടോ എന്നാണ് പല ആരാധകരും പ്രധാനമായും ചോദിക്കുന്നത്. അതിന് ആരാധകരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായൊരു കാരണമുണ്ട്. ഒരു കാലഘട്ടത്ത് ഏകദേശം 33 വർഷമായി വിജയ് സിനിമയിലെത്തിയിട്ടും അതിൽ പലതരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് വിജയ് എന്ന താരത്തിനും നടനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ശക്തമായി കൂടെ നിന്നത് ആരാധകരാണ്. വലിയ രീതിയിലുള്ള തിയേറ്ററിക്കൽ മൂവ്മെന്റ്സും ആരാധകർക്ക് വിജയ് എന്ന നടൻ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു തിയേറ്ററിക്കൽ മൂവ്മെന്റിന്റെ പീക്ക് എത്തണമെങ്കിൽ ഒരു റീമേക്കിന് ഇക്കാലത്തുള്ള പ്രസക്തി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഗില്ലിയും പോക്കിരിയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തെലുങ്ക് സിനിമയ്ക്ക് മറ്റു സിനിമകളുടെ പോലെ അത്ര അറ്റൻഷൻ ഇല്ലാതിരുന്ന സമയത്താണ് ഈ റീമേക്കുകളൊക്കെ തന്നെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വിജയ് എന്ന നടൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഫ്രഷ് ലുക്ക് തന്നെയുണ്ട്. എന്നാൽ ഭഗവന്ത് കേസരി ഇറങ്ങുമ്പോഴുള്ള സമയമാകുമ്പോഴേക്കും തെലുങ്ക് സിനിമയിലേക്ക് വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇപ്പോഴുണ്ട്. മാത്രമല്ല ഏത് തെലുങ്ക് സിനിമയ്ക്കും വലിയ രീതിയിലുള്ള തിയേറ്റർ അറ്റൻഷൻ കിട്ടുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ജനനായകൻ പോലുള്ള ചിത്രം ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആകുമ്പോൾ ആരാധകർ നിരാശപ്പെടുത്തുന്നതിൽ അത്ഭുതപ്പെടാനുമില്ല. ഇതിനെല്ലാം അപ്പുറം എച്ച് വിനോദ് എന്ന സംവിധായകനാണ്. ആദ്യത്തെ 2 ചിത്രങ്ങൾക്ക് ശേഷം അജിത് കുമാറുമായി ചെയ്ത 3 ചിത്രങ്ങളും ആരാധകർക്ക് അത്ര ഫേവറേറ്റ് അല്ല. ചതുരംഗവേട്ടയും ധീരനും ഒരു ഡയറക്ടറുടെ ഏറ്റവും മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. എന്നാൽ അതിനുശേഷം എത്തിയ 3 ചിത്രങ്ങൾക്കും ആരാധകരെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല. അജിത്തിനെ പോലൊരു താരത്തെ കിട്ടിയിട്ട് 3 ചിത്രങ്ങളും കാര്യമായിട്ടുള്ള മൊമെന്റ്സുകളൊന്നും എച്ച് വിനോദ് എന്ന സംവിധായകൻ ഓഫർ ചെയ്തിട്ടില്ല. അതിൽ മികച്ചു നിന്നതാകട്ടെ പിങ്കിന്റെ റീമേക്കായ നേർകൊണ്ട പാവയാണ്. ഒരു പക്ഷേ തെലുങ്ക് വേർഷനായ പവൻ കല്യാണ വക്കീൽ സാബിന്റെ അത്രയും പോലും ആരാധകർക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാവുന്ന റീമേക്കാണ് നേർകൊണ്ട പാറവി.
അതുകൊണ്ട് അക്കാര്യത്തിലും ആരാധകർ വലിയ പ്രതീക്ഷ വെക്കുന്നില്ല. തുനിവും വാലിമയും ഏകദേശം ഒരേ സമയങ്ങളിൽ റിലീസായ രണ്ട് ചിത്രങ്ങളാണ്. വളരെ ചുരുങ്ങിയ കാലങ്ങളിലാണ് ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്ററിലേക്ക് എത്തിയത്. എന്നാൽ കാര്യമായ ബോക്സ് ഓഫീസ് വിജയങ്ങളും ഈ രണ്ട് ചിത്രത്തിനും നേടാനായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ വിജയ് പോലൊരു താരത്തെ എച്ച് വിനോദ് എന്ന സംവിധായകന് കിട്ടുമ്പോൾ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. എന്നാൽ ട്രെയിലർ ഇറങ്ങുമ്പോൾ അതിനും കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. വിജയ് എന്നൊരു നടന്റെ കരിയറിലെ ഈ അവസാന ഘട്ടത്തിൽ ഏറ്റവും മികച്ച പ്രസന്റേഴ്സായി ആരാധകർ കണക്ക് കൂട്ടുന്നത് AR മുരുകദോസിനെയും ആറ്റ്ലിയെയും ലോകേഷിനെയും തന്നെയാണ്. ബീസ്റ്റിലെ വീരരാഘവന്റെ ക്യാരക്ടറിനും വലിയ രീതിയിലുള്ള ആരാധകരുണ്ട്. ഈ 4 പേരിൽ ആരെങ്കിലുമാണോ ആ ഡയറക്ടർ എന്നാണ് ആദ്യം മുതലേ ഉറ്റുനോക്കിയിരുന്ന ചോദ്യം. എന്നാൽ ഈ ആർക്കും നറുക്കി വീഴുന്ന സാഹചര്യത്തിലാണ് എച്ച് വിനോദ് സംവിധായകനായി എത്തിയത്. അപ്പോൾ തന്നെ ആരാധകർക്ക് ചെറിയ രീതിയിലുള്ള സങ്കടം ഉണ്ടായിരുന്നു. ആറ്റ്ലി വിജയ് കോമ്പിനേഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ അവസാന ചിത്രമായി പ്രതീക്ഷിച്ചിരുന്നത്. അതോടൊപ്പം വെട്ടുമാരൻ സിനിമ, കാർത്തിക് ശുബ്രാജ് സിനിമ എന്നിങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ചെന്ന് കഥ പറഞ്ഞുള്ള റിപ്പോർട്ടുകളും ഒരു വശത്തുണ്ടായിരുന്നു. എന്നാൽ ജനുവരി 9 റിലീസാകുന്ന ജനനായകന് തക്ക കോമ്പറ്റീഷനായി പരാശക്തിയും പിറ്റേന്ന് തിയേറ്ററിലേക്ക് എത്തുന്നത്. പ്രഭാസിന്റെ രാജാസാബും എത്തുന്നത് ജനുവരി 9 തന്നെയാണ്. എന്താണെങ്കിലും ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച എന്റർടൈനറുടെ അവസാന സിനിമ എന്നോണം ആസ്വദിക്കാവുന്ന അനുഭവം തന്നെയാണ് ഏവരും ജനനായകനെ പ്രതീക്ഷിക്കുന്നത്. സിനിമ കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിൽ ഒരു ട്രിബ്യൂട്ട് വീഡിയോ പോലെ ഉണ്ടാകുമെന്ന് സംവിധായകൻ തന്നെ നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ഫെയർവെൽ വിജയ്ക്ക് ലഭിക്കുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്.